പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവവചനത്തിൻ്റെ ശക്തി കൂടുതൽ മനസ്സിലാക്കി തരുന്ന ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 68:19 ഇപ്രകാരം പറയുന്നു: അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, ദൈവമാണ് നമ്മുടെ രക്ഷ. ഇന്ന് UAEയിലെ ബദാസൈദിൽ നിന്നുള്ള ജോളിയുടെ കുടുംബത്തെ നാം പരിചയപ്പെടുമ്പോൾ വചനത്തെ മുറുകെ പിടിച്ച് പ്രതിസന്ധികളെ അതിജീവിച്ച ഇവരുടെ ജീവിത മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നുവെന്ന്. സത്യദൈവമായ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളെ തോളിലേറ്റുന്ന ബദാസൈദിലെ ഈ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് ജോളി. ഞാൻ ബദാസൈദിൽ നഴ്സായി ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് 5 മക്കളാണ്. മൂത്ത 2 മക്കള് നാട്ടിലാണ് പഠിക്കുന്നത്. മൂത്ത മോൻ ലോയിഡ് ടോംസ് +2 പഠിക്കുന്നു. രണ്ടാമത്തെ മോൻ റയാൻ ആഡ്ലി 10 പഠിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ മോൻ നോയൽ ബെർണാഡ് 4 പഠിക്കുന്നു. പിന്നെ ക്ലെയർ മേരി 1 പഠിക്കുന്നു. താഴെയുള്ള മോള് മിയ തെരേസിന് 2 വയസ്സായി. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ബദാസൈദിൽ താമസിക്കുന്നു. ജോളി ചേച്ചിക്ക് 5 കുട്ടികളാണല്ലേ. നഴ്സസ് മിനിസ്ട്രിയിൽ ഒത്തിരി ആക്റ്റീവുമാണ്. ഈ നഴ്സസ് മിനിസ്ട്രിയിലെ ശുശ്രൂഷയും കുട്ടികളുടെ കാര്യവും ജോലി മേഖലയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചേച്ചി ക്രമീകരിക്കുന്നത്? വചനത്തിൽ പറയുന്നു, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ജോലിയും നഴ്സസ് മിനിസ്ട്രിയിലെ ശുശ്രൂഷയൊക്കെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയെന്നുള്ളൂ. ഞാൻ ജോലിക്ക് പോകുമ്പോൾ ജോലിയിലെ കാര്യങ്ങൾ ഭംഗിയായി നടത്തുന്നു. നഴ്സസ് മിനിസ്ട്രിയിലെ ചെറിയ ശുശ്രൂഷകൾ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഞാൻ വിശ്വസ്താപൂർവ്വം നിർവഹിക്കുമ്പോൾ ദൈവം എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളും ഭംഗിയായിട്ട് ക്രമീകരിക്കുന്നു. ഫിലിപ്പി 2:14 പറയുന്നു, നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ, അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുക, വചനത്തില് മുറുകെ പിടിക്കുക. പരാജയപ്പെടാതെ ദൈവവചനത്തിൽ ഉറച്ചു വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളും ഭംഗിയായിട്ട് ക്രമീകരിക്കും. ഷിജൻ ചേട്ടാ, നിങ്ങളുടെ ജീവിതത്തിൽ വചനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഈ വചനം ഇത്രയേറെ പ്രാധാന്യത്തോടെ കുടുംബജീവിതത്തിൽ കൊണ്ടുചെല്ലുന്നത്? ഓരോ ദിവസവും എങ്ങനെയാണ് നിങ്ങൾ വചനത്തിൽ വളർന്നു വരുന്നത്? ദൈവത്തിൻ്റെ വചനം തേനിനേക്കാളും തേൻ കട്ടിയേക്കാളും മാധുര്യമുള്ളതാണ്. വെളിപാട് പുസ്തകത്തിൽ 1:3 വചനം പറയുന്നു, ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിലെഴുതിയിരിക്കുന്നവരും പാലിക്കുന്നവരും അനുഗ്രഹീതർ. ആമേൻ. എന്നെ സംബന്ധിച്ച് വചനം വായിക്കുന്നതും വചനം കേൾക്കുന്നതും വചനം പഠിക്കുന്നതും വളരെ താല്പര്യമുള്ളൊരു കാര്യമാണ്. ദൈവം അതിനുള്ള ഒരു കൃപ എനിക്ക് തന്നിട്ടുണ്ട്. സഭാപിതാവായ വിശുദ്ധ അപ്രയം പറയുന്നു, ദൈവവചനമാകുന്ന അത്ഭുതത്തെ ഓർത്ത് ദൈവമേ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ സങ്കീർത്തനങ്ങൾ 119-162 പറയുന്നു, വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ ദൈവമേ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. UAEയിലെ എൻ്റെ 24-24ാമത്തെ വർഷമാണത്.
12 വർഷം അതിന് 2 ഘട്ടങ്ങളായിട്ട് തിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ 12 വർഷം ഞാൻ അങ്ങനെ പള്ളിയിലേക്ക് ഒന്നും പോകാറുമില്ല. സാധാരണ ഒരു ക്രിസ്ത്യാനിയെ പോലെ ജീവിച്ചു. ഒരു ലൗകിക ജീവിതമാണ് എന്നെ നയിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ താമസിച്ചിരുന്നതും ജോലി ചെയ്തിരുന്നതൊക്കെ അബുദാബി സിറ്റിയിലും ദുബായ് സിറ്റിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ സാധാരണ എല്ലാ പ്രവാസികളെ പോലെ കുറച്ച് പൈസ സമ്പാദിക്കണം, അതുപോലെ ഒരു വീട് പണിയണം, തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. ഒരു സാമ്പത്തികമായ നേട്ടം മാത്രമായിരുന്നു മുഖ്യ ലക്ഷ്യം. പിന്നെയാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു, ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയായിരിക്കുമോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. അപ്പോഴാണ് സ്വർഗീയ നിക്ഷേപങ്ങളെക്കുറിച്ച് എനിക്കൊരു സുബോധമുണ്ടായത്. സ്വർഗീയ നിക്ഷേപങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവ നേടിയെടുക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? സഭയോടും കൂട്ടായ്മയോടും മിനിസ്ട്രിയോടുമുള്ള പ്രവർത്തനങ്ങൾ അതിന് ശക്തി പകരുന്നു. മരുഭൂമിയിലെ മരുപ്പച്ചയാണ് ഞങ്ങളുടെ ആത്മീയ ജീവിതം. കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് എൻ്റെ പുലർച്ചെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ വചനവായനയോടെയാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് 12 പ്രാവശ്യം എനിക്ക് ബൈബിൾ വായിക്കാൻ സാധിച്ചു. അതുപോലെ 2 പ്രാവശ്യം മക്കളോടുകൂടി ബൈബിൾ വായിക്കാൻ സാധിച്ചു. അങ്ങനെ സമ്പൂർണ്ണ ബൈബിൾ 14 പ്രാവശ്യം വായിക്കാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. ഇപ്പോഴും വചനവായന തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദി. ദൈവം നിങ്ങളെ അങ്ങനെ വചനം വായിക്കാനായിട്ട് ഒരുപാട് അനുഗ്രഹിച്ചു അല്ലേ? ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആ വചനം വായിക്കാനുള്ള ആഗ്രഹം എങ്ങനെയാണ് നിങ്ങൾ കൂടുതലായിട്ട് കുഞ്ഞുങ്ങളെങ്ങനെയാണ് അവരെ പ്രചോദിപ്പിക്കുന്നത് ഇത് വായിക്കാനായിട്ട്? കൊച്ചുങ്ങളിപ്പോൾ എല്ലാവരും തന്നെ കാർട്ടൂൺ കാണാനും കളിക്കാനും ഒക്കെയല്ലേ ഇഷ്ടം. അവർക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പ്രചോദനം കൊടുക്കാൻ പറ്റുന്നത്? സങ്കീർത്തനം 109-105 പറയുന്നുണ്ടല്ലോ, അങ്ങയുടെ വചനം പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണെന്ന്. അതുപോലെ എൻ്റെ മക്കളുടെ കാര്യത്തിൽ മൂത്ത 2 പേര് അവർ വലുതായി അവർ തന്നെ വായിച്ചു. പപ്പ പറഞ്ഞു അവരോട് വായിക്കാനായിട്ട്, അപ്പോൾ അവർ തന്നെ വായിച്ചു. പിന്നെ നോയലിനെയും ക്ലെയർ മേരിനെയും പപ്പ കൂടി ഇരുന്ന് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചു. 2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു. പിന്നെ മിയമോള് ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ 2 പേരും ചേട്ടൻ വയറുമ്മ കൈവച്ചിട്ട്, അപ്പം മിയമോൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു കഴിയാനുള്ള കൃപ ദൈവം തന്നു. ദൈവത്തിന് സ്തുതി കേട്ടോ. ഈ 5 മക്കളിൽ 5ാമത്തെ കുഞ്ഞിനെ ഗർഭാവസ്ഥയിലായിരുന്നപ്പോഴേ നിങ്ങൾ എങ്ങനെയാണ് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുങ്ങിയത്? നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമായിരുന്നോ? ജോളി ചേച്ചിക്ക് അങ്ങനെ ഈ കുഞ്ഞ് എൻ്റെ ഉദരത്തിലായിരിക്കുമ്പോഴേ വചനത്താൽ നിറയണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ഒരു കുടുംബമായിട്ട് എങ്ങനെയാണ് ഓരോ ദിവസങ്ങളും കൊണ്ടുപോയത്? ഞങ്ങളുടെ മൂത്ത മക്കളൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ അങ്ങനെ ബൈബിൾ വായിക്കണം, വചനത്തിൽ വായിച്ച് അവരെ അതങ്ങനെ ആയിരിക്കണം ഗർഭാവസ്ഥ മുന്നോട്ട് പോകേണ്ടത്, അങ്ങനെ ഒരു ചിന്തയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ താഴെയുള്ള മോള് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു, മോള് ഉദരത്തിലായിരുന്നപ്പോൾ ഡെലിവറിക്ക് മുമ്പ് തന്നെ സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് കഴിയുന്നൊരു പ്രതിജ്ഞ ഞങ്ങൾ എടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോണ മുമ്പ്, ഇപ്പോൾ ഡേ ഡ്യൂട്ടി ആണെങ്കിൽ ഡ്യൂട്ടിക്ക് പോണേക്കാൾ മുമ്പ് ഒരു 5 അധ്യായം വായിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോവും, ചേട്ടൻ പക്ഷേ വചനവായന തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഉണ്ണിക്കൊരു 20 ആഴ്ച ഞാൻ പ്രഗ്നൻ്റ് 20 വീക്സ് ആയപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു, ഉണ്ണിക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റ് ഉണ്ട് എന്നൊരു ചിന്ത എന്തോ എൻ്റെ മനസ്സിൽ ചില സമയത്ത് ഇങ്ങനെ അങ്ങനെ ഉള്ള കുട്ടികളുടെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരിക, ആ കുട്ടികളുടെ പിക്ചർ എൻ്റെ മനസ്സിൽ വരുന്നു. പിന്നെ ഞാൻ ജോലി ചെയ്തിരുന്ന ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് കഴിഞ്ഞ് 2 വർഷം ജോലി ചെയ്തിരുന്നു, ഡെലിവറി സെക്ഷനിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റ്, അതായത് മുറിച്ചുകൊണ്ടുള്ള കുട്ടികളുടെ പിക്ചറൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ വരാൻ തുടങ്ങി. ഞാൻ എത്ര ചിന്ത മാറ്റാൻ ശ്രമിച്ചാലും അതൊരു 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ആ ചിന്ത ഇങ്ങനെ എൻ്റെ മനസ്സിൽ വരികയാണ്. അപ്പോൾ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എൻ്റെ കുഞ്ഞിനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ആ ചിന്ത വിട്ടു മാറുന്നില്ല. അവസാനം ഞാൻ ആലോചിച്ചു, എനിക്ക് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നോക്കാൻ അറിയാം, കാരണം ഞാൻ അങ്ങനത്തെ സെക്ഷനിൽ വർക്ക് ചെയ്തതുകൊണ്ട് എങ്ങനെയാണ് ആ കുട്ടികൾക്ക് കെയർ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ യെസ് ലോഡ്, നോ പ്രോബ്ലം, എനിക്ക് അങ്ങനെയുള്ള കുഞ്ഞിനെ തന്നാൽ തന്നെ എനിക്കറിയാം ഈശോ എങ്ങനെയാണ് കുഞ്ഞിനെ കെയർ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു പോയി. പെട്ടെന്ന് അപ്പോൾ തന്നെ ആ ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് പോയി. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചു, ദൈവമേ എന്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു, ഈശോ എനിക്ക് വേണ്ട, എനിക്ക് കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ എന്നൊക്കെ പിന്നെ വിചാരിച്ചു. പിന്നെ ആ ഫ്രണ്ട്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി.
പക്ഷേ ഈ സമയത്ത് അപ്പം നമ്മൾ സ്കാനിങ്ങിനൊക്കെ പോയിരുന്നില്ലേ? അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അതെ. കണ്ടിന്യൂറ്റി അനോമലി സ്കാൻ, ഇവിടെ ഡീറ്റെയിൽഡ് അനോമലി സ്കാൻ ഒക്കെ ചെയ്യും. പക്ഷെ അതിലൊന്നും കണ്ടിരുന്നില്ല. ഒരു പക്ഷേ ഇവളുടെ പൊസിഷൻ കൊണ്ടായിരുന്നോ എന്തോ അറിയില്ല. അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. അതിനുശേഷമുള്ള എല്ലാ സ്കാനിങ്ങിലും ഒരു കുഴപ്പമില്ല എന്നാണ് കേട്ടിരുന്നത്. അവസാനം ഡെലിവറിക്ക് മുമ്പ് ഒരു 10 ദിവസം മുമ്പ് ഞാൻ റുട്ടീൻ ചെക്കപ്പിന് വേണ്ടി പോയതാണ്. അങ്ങനെ ചെന്നപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിനിങ്ങനെ ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റ് ഉണ്ടെന്ന് പറയുണ്ടായി. അപ്പോൾ പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഞാനിങ്ങനെ അത് പെട്ടെന്നൊരു ഷോക്കായിട്ട് തളർന്നു പോകാനോ എന്തോ എനിക്ക് ആ സമയത്ത് അങ്ങനെ ഉണ്ടായില്ല. ഒരു പക്ഷേ ദൈവം എൻ്റെ മനസ്സിനെ ഒരുക്കിയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 20 വീക്സിൽ എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അത് ഞാൻ മറന്നു പോയെങ്കിൽ കൂടി എൻ്റെ മനസ്സിനെ ഒരു പക്ഷേ ദൈവം പ്രിപ്പയർ ചെയ്തിരുന്നു ഓൾറെഡി ഈ ന്യൂസ് കേൾക്കാനായിട്ട്. ഞങ്ങൾ പിന്നെ ബൈബിളൊക്കെ വായിച്ച് ഒരുങ്ങിയിരുന്നുകൊണ്ടായിരിക്കാം ആ സഹനം ഏറ്റെടുക്കാനായിട്ട് ആ സമയത്ത് ഒരു ശക്തി കിട്ടി. പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. നേഴ്സസ് മിനിസ്ട്രിയിലെ ചേച്ചിമാരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരുടെ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്കൊരു ശക്തിയായിരുന്നു. അങ്ങനെ ഡെലിവറി ആയ സമയത്ത് ഉണ്ണിക്ക് പ്രോബ്ലം ഉണ്ട്. ഞങ്ങൾക്ക് ചില സമയത്തൊക്കെ വിഷമമുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തും ദൈവം അതാത് സമയത്ത് വചനങ്ങൾ ഓർമ്മിപ്പിച്ച് തന്ന് ആ വിഷമം അങ്ങോട്ട് മാറ്റി കളയും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. തമ്പുരാന്റെ വചനങ്ങളിലൂടെ നിങ്ങൾ ഒത്തിരി അങ്ങ് കെയർ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ കുഞ്ഞിന് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സർജറീസോ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? സർജറി ഒക്കെ ആയിട്ട് ഈ ക്ലെഫ്റ്റ് ലിപ്പ് റിപ്പയർമെന്റ് ചെയ്ത് ഹോസ്പിറ്റലൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങൾ നാട്ടിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ എവിടെയാണെന്നൊക്കെ അന്വേഷിച്ച് നല്ല സ്ഥലത്ത് സർജറി ചെയ്യാനും ദൈവം ഏറ്റവും മനോഹരമായിട്ട് ഡോക്ടർ പ്ലാസ്റ്റിക് സർജറിയിലൂടെ ഏറ്റവും മനോഹരമായിട്ട് ദൈവം അതെല്ലാം നടത്തി. അതെന്നെ ഭംഗിയായിട്ടൊരു കോംപ്ലിക്കേഷൻ ഒന്നും കൂടാതെ എല്ലാവരുടെ പ്രാർത്ഥന ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം ഞങ്ങളതിന് വേണ്ടിയിട്ട് ആ സമയത്തൊന്നും തളർന്നു പോവാതെ ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. മിയാമോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വചനം പ്രാർത്ഥിച്ചിട്ടല്ലേ ഒരുപാട് ഒരുങ്ങിയിരുന്നത്? ഏതെല്ലാം സൗഖ്യദായകമായ വചനങ്ങളാണ് നിങ്ങൾക്ക് ആ സമയം ഏറ്റവും സ്പർശിച്ചതായിട്ട് തോന്നിയിട്ടുള്ളത്? കുറേ വചനങ്ങളുണ്ട്. അതിൽ കുറച്ച് വചനങ്ങൾ ഞാനിവിടെ പറയാം. എബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ്. ജ്ഞാനം 16:12 കർത്താവെ, മരുന്നോ ലേപനൌഷധമല്ല, അങ്ങയുടെ വചനമാണ് അവർ സുഖപ്പെടുത്തിയത്. യാക്കോബ് 5:15 വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് നൽകും. പുറപ്പാട് 15:26 കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും അവിടുത്തെ ദിശയിൽ ശരിയായത് പ്രവർത്തിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളൊന്നും ഞാൻ നിൻ്റെ മേൽ വരുത്തുകയില്ല, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ജെറമിയ 30:17 ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിൻ്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും. യോഹന്നാൻ 10:10 മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളം വരുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. സങ്കീർത്തനങ്ങൾ 107:20 അവിടുന്ന് വചനമയച്ച് അവിടുന്ന് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് അവർ വിടുവിച്ചു. ആമീൻ. വചനത്തിൻ്റെ ഒരു വലിയൊരു അഭിഷേകം അല്ലേ കുഞ്ഞുങ്ങളെ? ഈ ഒരു സമയങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് വചനം ഒത്തിരി അനുഭവങ്ങൾ തന്നിട്ടുണ്ടല്ലേ? ഈ ഇതിൽ ജോളി ചേച്ചിയുടെ ജീവിതത്തിൽ ഈശോ വചനം അയച്ച് സൗഖ്യം നൽകിയ സന്ദർഭങ്ങളുണ്ടോ? അനേക സംഭവങ്ങളുണ്ട്. ഈശോ ഞങ്ങളെ കൂടെ നടന്ന് ഞങ്ങൾ ശക്തിപ്പെടുത്തിയ അനേക അനുഭവങ്ങളുണ്ട്. അതിൽ ഞാനിപ്പോൾ ഓർത്തെടുക്കുന്ന ഏറ്റവും അടുത്ത് നടന്ന ഒരു സംഭവം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സംഭവം തന്നെയാണ്. അത് 2021 ഓഗസ്റ്റ് 10 അങ്ങനെ ഈശോയുടെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണി ജനിക്കുന്നതിന് ഒരു കൊല്ലം മുമ്പ് തന്നെ എൻ്റെ റൈറ്റ് സൈഡ് ബ്രസ്റ്റിൽ ഒരു തടിപ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഞാനത് ആരോട് പറയാനോ ഒക്കെ എനിക്ക് പേടിയായിരുന്നു. ആരെങ്കിലും പറഞ്ഞാൽ എന്തുകൊണ്ട് ഡോക്ടറെ കാണാൻ പോകുന്നില്ല, ടെസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ഇത് വരും. ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള ടെസ്റ്റുകളൊക്കെ ഫ്രീ ആണ്, ശരിക്കും മമ്മോഗ്രാമൊക്കെ ഫ്രീ ആണ്. പക്ഷെ എൻ്റെ പേടി കൊണ്ട് ഞാൻ അതിനൊന്നും പോയില്ല. ഹസ്ബൻഡിനോട് വീട്ടിലൊന്നും ആരോടും പറഞ്ഞില്ല, അതിങ്ങനെ കൊണ്ട് നടന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞു 6 മാസമൊക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് തോന്നി അത് തടിപ്പ് വല്ലാണ്ട് കൂടി. പിന്നെ കൈമയ്ക്കൊക്കെ കൈ പോലും ഭയങ്കര വേദന, കൈയൊക്കെ അനക്കുമ്പോൾ പോലും വേദനയായി. അങ്ങനെ ആയപ്പോൾ ഞാൻ പതുക്കെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ പറഞ്ഞു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇത്രയും നാൾ വെച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തായാലും മമ്മോഗ്രാം ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മമ്മോഗ്രാമിന് അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ഇങ്ങനെ ടെൻഷൻ അടിച്ച് അതിന് പോകണ്ടേ, ഇനി അതെന്തായിരിക്കും റിപ്പോർട്ട് എന്ന് ആലോചിക്കുമ്പോഴായിരുന്നു കൂടുതൽ ടെൻഷൻ. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ രാത്രി ഒന്നും ഉറങ്ങിയില്ല. അങ്ങനെ ഒരു പുലർച്ചെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ
നേഴ്സസ് മിനിസ്ട്രിയിലൊക്കെ പ്രെയറൊക്കെ ലീഡ് ചെയ്യുന്ന ഒരു ബ്രദർ ഒരു വചനം അയച്ചു തന്നു. ഈശോയുടെ പിക്ചറായിട്ട് ഒരു വചനം. വിശുദ്ധ മത്തായി സുവിശേഷം 9:22. യേശു തിരിഞ്ഞു നോക്കി അവളെ നോക്കി അരുളി ചെയ്തു, മകളെ ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. അങ്ങനെ ഒരു വചനം എൻ്റെ മൊബൈലിലേക്ക് വന്നു. ഈ ബ്രദറിനോട് വചനം അയക്കാനായിട്ടോ പ്രാർത്ഥന സഹായമോ വല്ലതും ആവശ്യപ്പെട്ടിരുന്നോ? അതെനിക്ക് അത്രയും അത്ഭുതമായി. ഞാൻ ബ്രദറിനോടോ ആരോടും പറഞ്ഞിട്ടില്ല, വീട്ടിലോ ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഞാൻ ഇത്രയും ഉള്ളിൽ കിടന്ന് ഇത്രയും വിഷമിച്ചിരുന്ന ഒരു വിഷയം എൻ്റെ ഈശോ കാണുന്നുണ്ടെന്നുള്ളൊരു ചിന്ത എനിക്ക് ആ നിമിഷം വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഓഗസ്റ്റ് 10-ാം തീയതി ആയിരുന്നു അത്, കഴിഞ്ഞ വർഷം. അപ്പോൾ എനിക്ക് മനസ്സിലായി എത്ര നമ്മൾ സങ്കടങ്ങളിലും ഈശോ കൂടെയുണ്ട്. ഈശോ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ആ നിമിഷം ഉണ്ടായി. അപ്പോൾ ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി എന്നുള്ളൊരു ആ വചനം വായിച്ചപ്പോൾ എനിക്ക് ഒരു ധൈര്യം കിട്ടി. മാമോഗ്രാമിനൊക്കെ പോകാനായിട്ടൊരു ധൈര്യം കിട്ടി. അങ്ങനെ മാമോഗ്രാം പോയി. ഞങ്ങളെ ഹോസ്പിറ്റലിൽ തന്നെയാണ്. മാമോഗ്രാം ചെയ്ത ടെക്നീഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആളുടെ മുഖം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ടെൻഷനാണല്ലോ. അപ്പോൾ അപ്പം തന്നെ എനിക്ക് എന്തോ പന്തികേട് തോന്നി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ പറഞ്ഞു, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതിനുള്ള സൗകര്യങ്ങളില്ല, അപ്പോൾ അടുത്ത റെഫറൽ ഹോസ്പിറ്റൽ അബുദാബിയിലെ സിറ്റി നല്ല ഹോസ്പിറ്റലുണ്ട്, അവിടേക്കുള്ള റെഫറൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറയണ്ടായി. അപ്പോൾ ഞാൻ ശേഷം വീട്ടിലേക്ക് വന്നു ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, മമ്മോഗ്രാം കഴിഞ്ഞ് അവരിങ്ങനെയാണ് പറഞ്ഞത്, പക്ഷേ ബ്രദർ നോക്കി അയച്ചെന്ന വചനം നോക്കിയെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇനി ഒന്നും പേടിക്കണ്ട, നമുക്ക് ഈ വചനം നമ്മൾ മാംസം ധരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി, അങ്ങനെ ടെൻഷൻ അടിക്കണ്ട എന്നുള്ളൊരു ഇത് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഭയങ്കര ടെൻഷനാണ്. പക്ഷേ എങ്കിലും ഞാൻ മൊബൈലിൽ ഇങ്ങനെ ആ വചനം തന്നെ ഓപ്പൺ ചെയ്ത് വെച്ച് അതിൽ ഈശോയുടെ പിക്ചറും കൂടി ഉണ്ടല്ലോ, അതുമ്മേ കൈവച്ച് അങ്ങനെ ആ വചനം ഏറ്റു പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എപ്പോഴും കുഞ്ഞിനെ ഉറക്കുമ്പോഴായാലും എന്ത് കാര്യം ചെയ്യുമ്പോഴും മനസ്സിലെപ്പോഴും ആ വചനം തന്നെയായിരുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ റെഫറൽ അറേഞ്ച് ചെയ്ത് തന്നു. പെട്ടെന്ന് അവർ അറേഞ്ച് ചെയ്ത് തന്നു. ഞങ്ങൾ അതിന് ടെസ്റ്റിന് വേണ്ടി പോകുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് വന്നത്. ഇവിടെ ഹോസ്പിറ്റൽ SSMC എന്ന് പറഞ്ഞ ഹോസ്പിറ്റലായിരുന്നു. അവിടെ വന്നു. അവർ മാഗ്നിഫൈഡ് മമ്മോഗ്രാം, അതിലും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ക്ലിയർ ആയിട്ട് കാണാനായിട്ടുള്ള അത് തന്നെയാണ് എന്നെ കയറ്റിയത്. അത് ചെയ്തപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്തോ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എന്തോ ഒരു സംശയം അവർക്ക് തോന്നി. അപ്പോൾ തന്നെ അവർ അൾട്രാസൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്ത ടെക്നീഷ്യനും ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ സമയം എടുക്കുക, അങ്ങനെ കൂടുതൽ സമയം എടുക്കുക. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇനി റിസൾട്ട് വരുമ്പോൾ എന്താ ഞാൻ കേൾക്കാൻ പോണേന്ന് ഉള്ള ഭയങ്കര ടെൻഷനായി. ആ റിസൾട്ട് അത് കഴിഞ്ഞതും ഡോക്ടർ വന്നു, റേഡിയോളജിസ്റ്റ് ഡോക്ടർ വന്ന് റിസൾട്ട് പറയാൻ വന്നു നമ്മളോട്. ഡോക്ടർ പറഞ്ഞു, എന്തോ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്ത റിപ്പോർട്ടും പിന്നെ ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ അതിൽ ഒരു നോഡ്യൂൾ പോലും കാണാനില്ല, ഒരു തടിപ്പ് പോലും കാണാനില്ല. ഞങ്ങളെ ഹോസ്പിറ്റലിൽ കണ്ടത് ഫുൾ ഓഫ് ചെറുതും വലുതായ മൈക്രോ ആൻഡ് മാക്രോ നോഡ്യൂൾസ് എന്ന് എഴുതിയിരുന്നത്. ചെറുതും വലുതുമായ നോഡ്യൂൾസ് ഫുള്ളുണ്ടെന്ന് എഴുതിയിരുന്നത്. പക്ഷെ ഇവിടെ ചെയ്താൽ ഒരു നോഡ്യൂൾ പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് വിഷമിച്ച് പോയ ഞങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു പോന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ബ്രദറിനോട് ചോദിക്കുകയുണ്ടായി, ബ്രദർ എന്തുകൊണ്ടാണ് എനിക്ക് അന്ന വചനം അയച്ചു തന്നേന്ന്. അപ്പോൾ ബ്രദർ പറയുന്നു, അത് പുലർച്ചെ 5 മണിക്കായിരുന്നു. അപ്പോൾ ബ്രദർ പറഞ്ഞു, ആ സമയത്ത് ഈശോ തോന്നിച്ചു എന്ന് ബ്രദറിന് ആ വചനം എനിക്ക് അയച്ചു തരാനായിട്ട്. അപ്പോൾ അതുവരെ എനിക്കൊരു വചനം അയച്ചു തന്നില്ല ബ്രദർ. അന്ന് പെട്ടെന്ന് ഈശോ പറഞ്ഞു എനിക്ക് ആ വചനം അയച്ചു തരാനായിട്ട്. അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു. എന്താ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ ഈശോ ഒരിക്കലും നമ്മൾ അവരുടെ ഒറ്റയ്ക്ക് വിടില്ല അല്ലേ? എപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ നമ്മളുടെ ഒരു സംരക്ഷകനായിട്ട് നമുക്ക് വേണ്ട ഒരു മെസ്സേജുമായി നമ്മുടെ കൂടെ ഉണ്ടാവും. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശരിക്കും അനുഭവിച്ചറിയുന്നുണ്ട് അല്ലേ? ഇത്രയേറെ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോഴത്തേക്കും ഈ വചനത്തെ കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? വചനം ജ്ഞാനം 6:11 പറയുന്നു, എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. വചനം പഠിക്കുവാനുള്ള ആഗ്രഹത്താൽ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബാച്ചിലർ ഓഫ് തിയോളജി സ്റ്റുഡൻ്റായിട്ട് ഞാൻ വചനം പഠിക്കുന്നു. പിന്നെ ദാനിയേൽ പൂർണ്ണതയിൽ അച്ഛൻ്റെ എല്ലാ ബൈബിൾ സീരീസും ഞാൻ മുടങ്ങാതെ കാണാറുണ്ട്. അത് വളരെ ഉപകാരപ്രദമായതുകൊണ്ട് ഞാൻ പല ഗ്രൂപ്പുകളിലും അത് വചനം പഠിക്കാൻ താല്പര്യമുള്ള പല ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യാറുമുണ്ട്. പിന്നെ വചനം എഴുതാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. പുതിയ നിയമം മുഴുവനായിട്ട് എനിക്ക് എഴുതാനുള്ള ഒരു കൃപ കിട്ടി. അതുപോലെ ഞങ്ങൾക്ക് നാട്ടിൽ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വീട് ഉള്ളൊരു ആഗ്രഹത്തായിട്ടാണ് ഗൾഫിലേക്ക് വന്നത്. അങ്ങനെ
ഒരു വചനം സങ്കീർത്തനം 127:1 കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്, കർത്താവ് നഗരം കാക്കുന്നതിൽ പണിക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. ആ വചനം ഒരു 1000 പ്രാവശ്യം എഴുതി ഈ ഒരു വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ കുടുംബം മൊത്തമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഒരു ഡിമാൻഡ് കുടുംബത്തിലെ എല്ലാവർക്കും ഉണ്ടായിരുന്നത്, ഞങ്ങളുടെ വീട് ഇടവക പള്ളിയിലെ ചെറിയൊരു വീടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആ ഇടവകയിൽ തന്നെ ഞങ്ങൾക്ക് കുറച്ചുകൂടി വലിയൊരു വീട് വേണമെന്നുണ്ടായിരുന്നു ആഗ്രഹം. ആ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് എല്ലാവരുടെയും വചനം എഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ ഇടവകയിൽ തന്നെ നല്ലൊരു ഭവനം, പള്ളിയോട് ചേർന്ന് മനോഹരമായൊരു ഭവനം തന്ന് ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് 5 മക്കളാണ്, 5 മുറികളുള്ള ഒരു ഭവനം തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ അക്രൈസ്തവർക്ക് സുവിശേഷം പ്രഘോഷിക്കണമെന്ന് എനിക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അവർക്ക് എൻ്റെ കൂടെ ഭവനത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്ന 12 അക്രൈസ്തവർക്ക് ബൈബിൾ കൊടുത്ത് ബൈബിൾ കൊടുത്ത് അവർക്ക് സുവിശേഷം നമുക്ക് പ്രഘോഷിക്കാനല്ല, അവരെ അത് ബൈബിൾ വായിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തി. ദൈവത്തിന് സ്തുതി. ഈ വചനത്തോടുള്ള നിങ്ങളുടെ ഈ ഇത്രയും ഇഷ്ടവും ആഗ്രഹവും ഒക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ എങ്ങനെയാണ് പകർന്നു കൊടുത്തിരിക്കുന്നത്? അവരെ എങ്ങനെയാണ് അതിനു വേണ്ടി ട്രെയിൻ ചെയ്യുന്നത്? മൂത്ത 2 മക്കള് 6ാം ക്ലാസ് വരെ ഇവിടെ അബുദാബി തന്നെ പഠിച്ചത്. അതിനുശേഷം അവരെ നാട്ടിൽ വിട്ടപ്പോൾ ഞങ്ങൾ ഏറ്റവും വലിയ ടെൻഷൻ അവരെങ്ങനെ മലയാളം പഠിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി അവരെ കൊണ്ട് സങ്കീർത്തനങ്ങൾ എഴുതിക്കാം, മലയാളത്തിൽ എഴുതിക്കാമെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി വിശുദ്ധ ഗ്രന്ഥം കൈകൊണ്ട് എഴുതുമാവും, മലയാളം പഠിക്കുകയും ചെയ്യുമല്ലോ എന്നോർത്ത് അവരെഴുതിച്ചു. അവർ സമ്മതിച്ചു, അവരെഴുതി. അതിന് അത്ഭുതമായിട്ട് ദൈവം മൂത്ത മോന് ലോയിഡ് ടോംസിന് 10ൽ ഫുൾ A+ നൽകി അനുഗ്രഹിച്ചു. ഞങ്ങൾ ഏറ്റവും പേടിച്ചിരുന്ന മലയാളം ഫസ്റ്റ് സെക്കൻഡ്, അതിലും അവന് A+. അങ്ങനെ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. അതിനുശേഷം നോയലിന് ഞങ്ങൾ നാട്ടിലെ ഏഞ്ചൽസ് ആർമിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ക്രിപ്ചർ സ്കൂളുണ്ട്. അതിൻ്റെ സൂം പ്ലാറ്റ്ഫോമിലാണ് ക്ലാസ് നടക്കണേ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നോയൽ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വെക്കേഷൻ സമയത്ത് ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു, എങ്ങനെ ഈ ദിവസങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ അവരെ വിശുദ്ധഗ്രന്ഥത്തോടൊക്കെ ചേർത്ത് നിർത്തുന്നത്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ വീട്ടിലൊരു ബൈബിൾ കലണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബൈബിൾ കലണ്ടറിലെ വചനങ്ങൾ ചെറിയ വചനങ്ങളാണ്. അപ്പോൾ ഒരു ദിവസം 10 എണ്ണം വെച്ച് 2 പേരും കൊണ്ട് എഴുതിക്കും. അങ്ങനെ 365 വചനങ്ങൾ ഈ 2 പേരും കൂടിയിട്ട് ഈ വെക്കേഷൻ സമയത്ത് അവർ എഴുതി. പിന്നെ വീട്ടിലൊക്കെ ഭിത്തിയിലൊക്കെ വചനങ്ങൾ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അവര് അത് ഡെയിലി വായിപ്പിക്കാനും പഠിപ്പിക്കാനൊക്കെ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ബൈബിളിനെ തർജ്ജമ ചെയ്ത് ക്രോഡീകരിച്ച സഭാപിതാവായ വിശുദ്ധ ജെറോം പറഞ്ഞു വയ്ക്കുന്നു, ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. ദൈവവചനമാകുന്ന വാളാണ് ഞങ്ങളുടെ ആയുധം. പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യം, ദണ്ഡവിമോചനത്തിൻ്റെ സങ്കീർത്തനങ്ങളായ 51-ാം സങ്കീർത്തനവും 130-ാം സങ്കീർത്തനവും എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ചൊല്ലാറുണ്ട്. 130-ാം സങ്കീർത്തനം ലീഡ് ചെയ്യുന്നത് നോയലാണ്. ആണോ നോയലെ? നോയലിന് ഇഷ്ടമാണോ വചനം പഠിക്കാൻ? ഇത്തിരി ഇഷ്ടമാണോ? എനിക്ക് വേണ്ടി 130-ാം സങ്കീർത്തനം ഒന്ന് ചെല്ലാവോ? Out of the depths I cry to your Lord. Lord, hear my voice. Let your ears be attentive to the voice of my supplication. If you, our Lord, should mark iniquities, Lord, who could stand? But there is forgiveness with you, so that you may be rewarded. I wait for the Lord, my soul waits, and in His word I hope. My soul waits for the Lord, more than those who watch for the morning, more than those who watch for the morning. O Israel, hope in the Lord, for of the Lord there is steadfast love, and with Him is great power to redeem. It is He who will redeem Israel from all iniquities. May God bless you abundantly. Okay, ദൈവം മോനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. മിയമൊക്കെ എന്തെങ്കിലും പറയണോ? പാട്ട് പാടുന്നോ? എന്നാ പാടിക്കോളൂ. നന്ദിയോടിന സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടിന സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ,
ഈ വചനം ഇത്രയേറെ അനുഭവിച്ചും വചനത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചൊക്കെ വളർന്നു വന്ന നിങ്ങൾക്ക് നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? വളരെയധികം നിധികൾ ഒളിഞ്ഞുകിടക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം എല്ലാവരും വായിക്കണം. അതിനായിട്ട് വായിക്കുവാനും പഠിക്കാനായിട്ട് സമയം കണ്ടെത്തണം. ആമേൻ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 10-ാം അധ്യായം 7-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: അങ്ങയുടെ ജ്ഞാനവും സമ്പത്തും ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ വിപുലമാണ്. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ഈ കുടുംബത്തിൽ ദൈവവചനം എത്ര വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഈ കുടുംബത്തെ മാതൃകയാക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ കുടുംബത്തിൻ്റെ മാതൃക നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും വചനം പഠിക്കുവാനും ഗ്രഹിക്കുവാനും അറിയുവാനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ സഭാതലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു: വിശ്വാസം കൈമാറുന്നതിൽ എത്രയോ അനുഗ്രഹപ്രദമായ സ്ഥാനമാണ് ഓരോ കുടുംബത്തിനുമുള്ളത്. ഇന്ന് നാം കേട്ട ഇവരുടെ ജീവിത സാക്ഷ്യം നമ്മുടെ മക്കൾക്ക് വചനത്തിലൂടെ വിശ്വാസം പകർന്നു കൊടുക്കുന്നതിനുള്ള ഒരു മാതൃകയായി തീരട്ടെ. അങ്ങനെ പുതുതലമുറ ഈശോയോട് ചേർന്ന് ജീവിക്കാൻ പഠിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.